ഹോം നേഴ്സേ, സത്യത്തിൽ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ? അല്ല, ഈ ആനെ കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കും ഇത് തന്നെ മതി. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച്. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ വഴക്ക് പറയും. എന്റെ അമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹലോ, ലാസ്റ്റ് വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് ഗോവയിലൊരു ഹോട്ടൽ റൂമിൽ ഞാനും ബിബിയും നല്ല പനി പിടിച്ച അവസ്ഥയിൽ ഇരുന്നോണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വീട്ടിലായിരിക്കുന്നത്. ബിബി ട്രിവാൻഡ്രത്ത് അവൻ്റെ വീട്ടിലെത്തിയിട്ടോ. അതായത് നിങ്ങൾ വീഡിയോയിൽ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടാക്കും നല്ല പനിയായിരുന്നു. ബീബ്രോക്കും ഭയങ്കര പ്രശ്നമായി. അടുത്ത ദിവസമായപ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആയി. പിന്നെ ഞങ്ങളവിടെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ മരുന്നൊക്കെ തന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു മിനിമം ഒരു 5-6 ദിവസം റെസ്റ്റ് വേണം, സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടൽ റൂമിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. താമസത്തിൻ്റെ കാര്യം മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കാര്യം മെയിൻ പ്രശ്നം. നമുക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ പ്രശ്നമുണ്ട്, വയറിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഈ റെസ്റ്റ് എടുക്കുന്ന അത്രയും ദിവസം നമ്മൾ അവിടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കിടക്കന്നെയായിരുന്നു. ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങിയതാണ്. നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആകുന്ന സമയത്ത് നമ്മൾ നാട്ടിലേക്ക് പോന്നാലോന്ന് ആലോചിച്ചു. ട്രെയിന് ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നേരെ ഈവനിങ് ആയപ്പോൾ വണ്ടി കൊണ്ട് ഗോവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രെയിനിന് കയറിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ ഷൊർണൂർ ഇറങ്ങി ബീബ്രോ ട്രിവാൻഡ്രത്തേക്കും പോയി. വീട്ടിൽ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ കൂടി തന്നെ ആയിരുന്നു. കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു, 1-2 ഡോക്ടേഴ്സിനെ കണ്ടു. ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയിട്ട് എൻഡോസ്കോപ്പി വരെ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഡയഗ്നോസ് ചെയ്തേക്കുന്നത് ഇതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ടൈമിൻ്റെ ഒക്കെ പ്രോബ്ലം ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടായതുകൊണ്ട് ഒരു പ്രശ്നം പറ്റിയതാണ്. നമ്മുടെ ആമാശയത്തിലേക്കുള്ള വാൽവിന് ചെറിയ പ്രശ്നം പറ്റിയതാണ്. അപ്പോൾ അത് ശരിയാവും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ പറയാവുന്നൊരു സംഭവമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ച് കറക്റ്റ് ടൈമിലൊക്കെ ഭക്ഷണം കഴിച്ച് ശരിയാക്കി എടുക്കാവുന്ന സംഭവം ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എൻഡോസ്കോപ്പി ചെയ്ത സമയത്ത് എന്തോ ചെറിയൊരു പ്രശ്നം തോന്നിയിട്ട് അവർ ഒരു ബയോപ്സിക്കുള്ള സാമ്പിൾ എടുത്തിട്ടുണ്ട്, അതിന് അയച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ റിസൾട്ട് വരണം. പിന്നെ ഈ ഉറക്കത്തിൻ്റെ പ്രോബ്ലം കൂടി ഉണ്ട്, അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാനുണ്ട്. കുറച്ചും കൂടി പരിപാടികളുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട്, നല്ല വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. ഏതായാലും വന്നപ്പോൾ ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി, നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇനി തിരിച്ച് നമ്മുടെ 3rd ഗിയർ കണ്ടിന്യൂ ചെയ്തതിന് മുമ്പ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ പണി എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എണീക്കാൻ പറ്റിയപ്പോൾ മുതൽ ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ പേര് ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്താ ഇങ്ങനെ ഗ്യാപ്പ്, മടി, അത് ഇതെന്നൊക്കെ. ഒട്ടും വയ്യാത്തൊരവസ്ഥയിലൊക്കെ ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത്, വേറെ ഒന്നുമല്ല. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പോൾ വീട് പണി ആക്ച്വലി തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 1-2 കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് കൊണ്ട് നമുക്ക് ഈ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ്, 3rd ഗിയർ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് തറയുടെ പണി തുടങ്ങി വെക്കാം എന്നുണ്ട്. അപ്പോൾ ഞാൻ വഴി അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പറയാം. അപ്പോൾ ഇതാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂർവാധികം ഭംഗിയോടെ 3rd ഗിയർ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ എന്തായാലും മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ ഏരിയകളിൽ കൂടെയൊക്കെ പോകണമെന്നുള്ള പ്ലാനുണ്ട്. എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റി. അപ്രതീക്ഷിതമായിട്ട് ഏതോ ഒരു ഭക്ഷണത്തിൽ പ്രശ്നമായതാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ആ എല്ലാപ്പൂരിൽ വെച്ചിട്ട് രാത്രി ഒരു ദിവസം ഒരു എന്താ പറയുക പൂരി കഴിച്ചിരുന്നു. അത് കഴിച്ചപ്പോൾ തന്നെ എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് തോന്നുന്നുണ്ട് എല്ലാത്തിൻ്റെയും തുടക്കം. എന്തായാലും അതിങ്ങനെ വന്ന് ഇവിടം വരെ എത്തി. അപ്പോൾ ഇതിനൊക്കെ ഒരു നിമിത്തമായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു. അത് വിചാരിച്ച പോലെ നടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തറയുടെ പണി കംപ്ലീറ്റ് ആവും. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഇനിയിപ്പോൾ 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് നമ്മുടെ ഈ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആകുമ്പോൾ നമുക്ക് തിരിച്ചു പോകണം. വേറൊന്നും പറയാനില്ല. ബീബ്രോ ട്രിവാൻഡ്രത്തുണ്ട്, അവൻ ഓക്കെ ആയിട്ടുണ്ട്. അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്തോ ഫുഡിൻ്റെ പ്രശ്നം പറ്റിയേ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ വന്നുകൊണ്ട് കുറച്ച് ദിവസം വീട്ടിലിരിക്കാനും പറ്റിട്ടോ. അപ്പോൾ ആദ്യം ഫെബിയും ഉപ്പയും ഉമ്മയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു കല്യാണത്തിന് പോയേക്കാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നുമില്ല, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.